നമ്മൾ ഇന്ന് ഈ പോകുന്നത് നമ്മുടെ പൊന്നുണ്ണി വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ്. അതായത് തൃശ്ശൂർ ജില്ലയിലെ ആവണങ്കോട് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ്. പോകുന്ന വഴിക്കാണല്ലോ കൊടുങ്ങല്ലൂർ ക്ഷേത്രം. അവിടെയും കയറി തൊഴുതിട്ട് പോകാമെന്ന് കരുതി. അവിടെ വന്നപ്പോൾ സമയം 5:30 വൈകിട്ട്. അമ്മയുടെ മണ്ണിലൊന്ന് ചവിട്ടിയിട്ട് പോവാം, നേർച്ചയിട്ടിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് അമ്മയുടെ നടക്കൽ വന്ന് തൊഴാനായിട്ട് പോകുന്ന വഴിയാണ്. അവിടെ ചെല്ലുമ്പോൾ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. എനിക്കറിയാവുന്നത് ഞാൻ ഇവിടെ പറയാം. കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം, രോഗാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. സപ്തമാതാക്കൾ, അതായത് ബ്രാഹ്മി, വൈഷ്ണവി, ഇന്ദ്രാണി, വൈരാണി, മഹേശ്വരി, കൗമാരി, ചാമുണ്ഡി എന്നിവർ 3 നടകളിലായി സവിശേഷ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ പരമശിവനും പ്രധാന പ്രതിഷ്ഠയാണ്. എന്നാൽ ശിവക്ഷേത്രം എന്ന നിലയ്ക്കല്ല, മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം പ്രസിദ്ധി. 5 ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ചടങ്ങാണ് കൊടുങ്ങല്ലൂർ ഭരണി. ശക്തിയെ അതിന്റെ ഏറ്റവും രൗദ്രഭാവത്തിൽ കാണിക്കുന്ന സമയം ക്ഷേത്രത്തിലെത്തിയാൽ സൗഭാഗ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. മീനഭരണിക്ക് വന്ന് തൊഴാനൊന്നും ഉള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല. അന്ന് വരാൻ പറ്റിയില്ല, സാധിച്ചില്ല. എന്തായാലും ഇന്ന് വരാൻ പറ്റിയല്ലോ. അമ്മയെ കണ്ട് തൊഴാനും സാധിച്ചു. അകത്ത് കയറി തൊഴാൻ സാധിച്ചില്ല, തിരക്കുണ്ടായിരുന്നു. പിന്നെയും ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ടല്ലോ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക്. ഇവിടെ വന്ന് തൊഴുത് അമ്മക്ക് കാണിക്കുകയൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാ കയറിയത്. അങ്ങനെ അമ്മയെ കണ്ട് ഫ്രണ്ടിൽ നിന്ന് തൊഴുത് മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി അടുത്ത് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളത് കൊണ്ട് ഇവിടെ നിന്നാൽ സമയം വൈകും. അവിടെയും ക്ഷേത്രങ്ങളും ഉണ്ടല്ലോ തൊഴാൻ. അതുകൊണ്ട് തന്നെ അമ്മയുടെ മണ്ണിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അമ്മയുടെ അനുഗ്രഹം എന്നും കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അമ്മേ ശരണം, ദേവി ശരണം. അമ്പാടിയും കണ്ണനും ഫ്രണ്ടേ പോവുകയാണ്. മണ്ണൊക്കെ തൂത്ത് പൊടിയൊക്കെ പറപ്പിച്ച് അമ്മയോട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ്, ആവണങ്കോട് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക്. ഇനി അടുത്ത പ്രാവശ്യത്തെ വരവിന് എന്തായാലും അകത്ത് കയറി അമ്മയെ തൊഴുതിട്ടേ പോകൂ. ഇനി അടുത്തത് നമ്മൾ വിഷ്ണുമായ ക്ഷേത്രത്തിൽ വെച്ച് കാണാം. അവിടുത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ. അല്ല, നന്ദി, നമസ്കാരം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും വീണ്ടും നമസ്കാരം. ബൈ.